ഞാൻ എല്ലാ കാലഘട്ടത്തിലും എല്ലാവരുമായി നല്ല സൗഹൃദം പുലർത്തുന്ന ആളാണ്. അത് തുടരും. കഴിഞ്ഞ 11 വർഷമായി താങ്കളുടെ NSSന്റെ വേദി എത്തിയിട്ടില്ല. പക്ഷേ ഒടുങ്ങനെയാണെങ്കിൽ NSസുമായും SNDPയുമായൊക്കെ വളരെ അടുത്ത വീണ്ടും വരുന്നത് പുറത്തേക്ക് വരും. ആ ഒരു പ്രത്യേക സാഹചര്യം പ്രത്യേകിച്ചൊരു മന്ദൻ ജയന്തിക്ക് എന്നെ അവിടെ NS ജനറൽ സെക്രട്ടറി ക്ഷണിച്ചു. ഞാൻ ആ പരിപാടിക്ക് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ജനുവരി 2-ാം തീയതി ഞാൻ പെരുന്നയിലെത്തിയ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത്രേ ഉള്ളൂ. ഞാൻ അല്ല, ഏതായാലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കങ്ങനെ പ്രശ്നങ്ങളില്ലായിരുന്നു. ഏതായാലും പ്രശ്നങ്ങൾ തീരുന്നു. ഞാനെന്നും കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളുമായും നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അത് നമ്മുടെ കേരളത്തിൽ ആവശ്യവുമാണ്. അത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും ക്രൈസ്തവ സഭകളാണെങ്കിലും മുസ്ലിം സംഘടനകളാണെങ്കിലും എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. എല്ലാ കാലഘട്ടത്തിലും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ സ്വീകരിച്ചു വന്നിരുന്നത്. ഈ സാധാരണ നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. സാധാരണ കോൺഗ്രസിനെ കുറിച്ചുള്ള വലിയ പരാതി ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥികളെ കുറിച്ച് പോലും ആലോചിക്കുക എന്നുള്ളത്. ഇത്തവണ നല്ല മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് യാഥാർത്ഥ്യമാണോ? തീർച്ചയായിട്ടും. പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നല്ല വർക്ക് നടക്കും. തീർച്ചയായിട്ടും ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം നമുക്ക് വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും സഹായകമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ NSസുമായി ബന്ധപ്പെട്ട ഈ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില തത്വങ്ങൾ NSസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ്. അതൊക്കെ വരട്ടെ. ഇപ്പം എന്നെ അവർ മന്ദൻ ജയന്തിക്ക് ക്ഷണിച്ചു. ഞാൻ പോകുമെന്ന ക്ഷണം സ്വീകരിച്ചു. ആ പരിപാടിക്ക് ഞാൻ പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ നിലപാട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സമുദായ നേതൃത്വങ്ങളുമായി നല്ല ബന്ധം വർഷങ്ങളായി എനിക്കുള്ള ഒരാളാണ്.